നേരെ നോക്കടാ. നീ എന്താടാ വിചാരിച്ചത് എന്നെ കുറിച്ച്? എടാ, ഞാൻ എന്റെ കൂട്ടുകാരനും കൂടി നിന്നെ പെടുത്തിയതാടാ. എന്റെയാടാ പാനിയാപ്പ്. ഞാനാടാ നിന്നെ കുടുക്കിയത്. നീ എന്താ വിചാരിച്ചത്? നിന്നോട് എനിക്ക് പ്രണയാണെന്നോ? എന്ന് നിർത്താൻ പോകുന്നു. ആ പൊട്ടന്മാരവിടെ പോയി നടിമാറെ പുറകെ നടക്കട്ടെ. സർ, എന്തായി കാര്യങ്ങള്? എന്തായി രോഗിയുടെ അവസ്ഥ? രോഗിയുടെ അവസ്ഥ കുറച്ച് മോശമാണ്. പിന്നെ യുവാവിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ഒത്തിരി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ആളൊഴിഞ്ഞൊരു ഭാഗത്തു നിന്നാണ് ഞങ്ങൾക്ക് ആളെ കിട്ടിയത്. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നത് ഒരു യൂട്യൂബർ ലേഡിയാണ്, കണ്ണകി എന്ന് പറഞ്ഞിട്ട്. സർ, ഇതിലൊരാളാണോ ഒരു കൂട്ടം ആളുകളാണോ പിന്നിൽ? ഞങ്ങൾക്കിപ്പോൾ ഇതിനെക്കുറിച്ച് പുറത്തുവിടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ തെളിവുകൾ പ്രതികൾ നശിപ്പിക്കും. കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർ, പാനിയാപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളായിട്ടുണ്ടല്ലോ. എന്നിട്ട് പോലീസ് അന്വേഷിക്കാത്തത് ഈ സാധാരണക്കാരനായതുകൊണ്ട് മാത്രമാണോ പോലീസ് അനാസ്ഥ കാണിക്കുന്നത്? കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ അതിനെക്കുറിച്ച് പറയാം. സാർ, കുറച്ച് ദിവസമായല്ലോ. പ്രതി ഒരു പെണ്ണായതുകൊണ്ട് മാത്രമാണോ സാർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? നമസ്കാരം. പാനി എന്ന ആപ്പുമായി ബന്ധപ്പെട്ട് 40ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോടികളാണ് ഇവരുടെ സാധാരണ യുവാക്കളിൽ നിന്നും പറ്റിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഒത്തിരി സെക്സ് റാക്കറ്റുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ അനീഷിനൊപ്പം അഖിൽ മുല്ലപ്പെരിയാർ.